ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ നോമ്പറേൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് വേഗം തന്നെ പൊടിയൊക്കെ വാട്ടി വെച്ചതിന് ശേഷം ഞാൻ ചിക്കൻ കറി റെഡിയാക്കിയിട്ടു. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമായിട്ട് അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അധികം സമയമില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ദിവസമായി തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പത്തിരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുന്ന സമയത്ത് മക്കളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മക്കൾ രണ്ടാളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ സമൂസക്കുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് സവാളയൊക്കെ കട്ട് ചെയ്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ അതിനുള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്തത്. അതുപോലെ ജ്യൂസിനുള്ള മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് അതാ കുറച്ച് ചോറൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരി കിട്ടും. കുറച്ച് ചോറ് അരച്ച് നമ്മളെ മാവിൽ ചേർത്താൽ. അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ വേഗം പത്തിരി ചുട്ടെടുത്തു. പത്തിരിയൊക്കെ കുഴച്ച് അത് ചുട്ടെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പത്തിരി ഇങ്ങനെ പരത്തി വെക്കാറൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ പ്രസ്സിലാട്ടോ പരത്തി വെക്കണേ. പ്രസ്സിലിങ്ങനെ പരത്തിയിട്ട് അപ്പം തന്നെ ഇങ്ങനെ പരത്തിയും ചുടുക അങ്ങനെ കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊടിയൊന്നും ആക്കാതെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് തന്നെ പത്തിരിയൊക്കെ അങ്ങനെ ചുട്ടെടുത്തു. പത്തിരിയൊക്കെ ചുട്ടെടുത്തപ്പോൾ തന്നെ 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ പത്തിരിയൊക്കെ ചുട്ടതിന് ശേഷമായിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കിയ ജ്യൂസും തരിയും ചായയും ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ടതിന് ശേഷം ഞാൻ വേഗം കുറച്ച് കൂവപ്പൊടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടു. അപ്പോൾ മക്കൾക്കൊന്നും ഈ കൂവപ്പൊടിയുടെ വെള്ളം തരിക്കഞ്ഞൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുടിക്കാനായിട്ട് ആണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ. അവർ നിർബന്ധിച്ചാൽ കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് എപ്പോഴും ജ്യൂസായിട്ട് ഉണ്ടാക്കുക, എന്തെങ്കിലും തണുത്ത വെള്ളം മതി. അപ്പോൾ അവർക്ക് മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ വേഗം കുറച്ച് തരിയൊക്കെ കാച്ചി വെച്ചിട്ട് പിന്നെ കടികളൊക്കെ ചുട്ടെടുത്തത്. അപ്പം വേഗം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തു. പിന്നെ വേഗം വെള്ളം തിളപ്പിച്ചെടുത്താൽ പിന്നെ നമുക്ക് പൂവയും തരിക്കഞ്ഞിയൊക്കെ വേഗം ഉണ്ടാക്കി. അതുകൊണ്ട് ചായയും വേഗം റെഡിയാക്കി. പിന്നെ കടിയൊക്കെ പൊരിക്കാൻ സമയത്ത് ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കടിയൊക്കെ ചുട്ടെടുത്തു. ആ സമയത്ത് മക്കളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ടേബിളിൽ പാത്രങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരക്കൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ കേട്ടോ. അവർ സ്കൂളിൽ വന്നാൽ പിന്നെ ഫുൾ ടൈം എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.